നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 15/4/2026 ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 231, RSS 5 കിലോ 227, ISNR 20 199, ലാറ്റക്സ് 60% ആഴ്ചയിൽ 158 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227 ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 220, ലോട്ട് കിലോ 197 മുതൽ 201 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 147, 60% DRC ഒട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. ഇതാണ് ഒട്ടുപാൽ വില. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 226 രൂപ 50 പൈസ, RSS 5 കിലോ 226, RSS 5 കിലോ 225, ലോട്ടിൻ്റെ വില 199, ഒട്ടുപാൽ നോക്കുമ്പോൾ 140 വരെ. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 223, RSS 5 കിലോ 219, ISNR 20 197 മുതൽ 195 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 128 മുതൽ 140 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 208, ഫാക്ടറി വില കിലോ 218. വിശദമായി നോക്കുമ്പോൾ 25% DRC 200 ലിറ്റർ പാലിന് 10,400, 30% DRC 200 ലിറ്റർ പാലിന് 12,480, 35% DRC 200 ലിറ്റർ പാലിന് 14,560. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ പൈസയൊക്കെ ഒപ്പിച്ച് വളമിടാനായിട്ട് കാത്തിരിക്കുകയാണ്. റബ്ബർ ടാപ്പിംഗ് തുടങ്ങുമ്പോൾ ശരിയായി മഴ കിട്ടിയതിന് ശേഷം മാത്രം തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്, ഭൂമി തണുത്തതിന് ശേഷം. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,110, ഒരു പവൻ 1,12,880. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,393, ഒരു പവൻ 1,23,144. അതുപോലെ 18 ക്യാരറ്റ് രൂപ 14,545, ഒരു പവൻ 92,360. രാവിലത്തെ സ്വർണ്ണമല്ല. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കും. ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 135 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1080 രൂപയാണ് കൂടിയത്. സ്വർണ്ണവില ഇങ്ങനെ കൂടുമ്പോൾ സാധാരണക്കാർക്ക് ആശ്വാസമാകാത്ത സ്വർണ്ണവില. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, തേങ്ങ പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 390, കച്ചവല ഉണങ്ങിയത് 500, കൊപ്ര അടുത്തപടി 160, കാഞ്ഞിരക്കുരു 1880, കാപ്പിക്കുരു 35,000, പൈനാപ്പിൾ പച്ച 33, പഴം 34, ഗ്രാമ്പു 795, നാടൻ ഗ്രാമ്പ് 910, പിന്നാകസ്പല 38, റോട്ടറി 41, കുരുമുളക് കാർബിൾ കിലോ 728, കുരുമുളക് അൺകാർബിൾ കിലോ 708, കുരുമുളക് പുതിയത് 698, ചേട്ടൻ 680, വയനാടൻ 690, നാടൻ 680, അടയ്ക്ക പുതിയത് 390, പഴയത് 360, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെൽ 150, നെല്ലുകിൽ ഡെൻ്റൽ 2,500 രൂപ. എന്തായാലും ഡെൻ്റൽ കോളേജിൽ വിദ്യാർത്ഥി മരിച്ചത് അതീവ ദുഃഖം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനസികാരോഗ്യ സ്ക്രീനിങ്ങും കൗൺസിലിങ്ങും നടപ്പാക്കണം. BDS വിദ്യാർത്ഥിയുടെ മരണം അതീവ ദുഃഖകരമെന്നും IMA. വിദ്യാർത്ഥികൾ മാത്രം പോരാ, അധ്യാപകർക്കും അനധ്യാപകർക്കും മറ്റും എല്ലാവർക്കും മാനസികാരോഗ്യ സ്ക്രീനിങ്ങും കൗൺസിലിങ്ങും നടപ്പാക്കണം. ഭാവിയിലെ നല്ലൊരു യുവ ഡോക്ടറും യുവജീവിതം നഷ്ടപ്പെട്ടതും സമൂഹത്തിന് ആരോഗ്യരംഗത്തിനും വലിയ തീരാ നഷ്ടം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അധ്യാപകർ മാതാപിതാക്കളെ പോലെ കരുതലും മാർഗനിർദ്ദേശവും നൽകേണ്ട അധ്യാപകർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നാൽ നമ്മുടെ വിദ്യാഭ്യാസം എവിടെ പോകുന്നു? മാനസിക വിഭ്രാന്തിയും മറ്റും മനോവൈകല്യത്തോടെ സംസാരിക്കുന്ന അധ്യാപകരെ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം നാളത്തെ കുട്ടികളുടെ ഭാവിയും അല്ലെങ്കിൽ അവതാളമായി തീരും. അക്കാദമിക് വളർച്ചയൊപ്പം അവരുടെ മാനസികാരോഗ്യവും ആത്മവിശ്വാസവും സംരക്ഷിക്കുക എന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്. വിദ്യാർത്ഥികളോട് ഏത് തരത്തിലുള്ള മാനസിക പീഡനമോ അപമാനകരമായ പെരുമാറ്റമോ ഉണ്ടായാലും അത് ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല.